ഇന്നലെ രാത്രി എന്തുവാ സംഭവിച്ചേന്ത്? ആ പ്രേതമില്ല ഇളകി വന്നു. ഇനി അതിനെ തോപ്പിക്കാൻ ഒരാളിനെ വിളിക്കണം. ആരിനെ? വല്ലഫ്. പക്ഷെ വല്ലഫനല്ല. വല്ലഫൻ മറ്റേ വീട്ടിലുള്ള ആളല്ലേ? അതെ അതെ. ഫുമുദാൻ്റിക്കൊരു മകനുണ്ട്. പുള്ളീൻ്റെ മകന് പ്രേതങ്ങൾ ഓർത്തിക്കുന്ന ആവശ്യം. അയാളടുത്ത് ഞാൻ പോയിട്ട് വരാം. മതി പെട്ടെന്ന് പറ. അയാളടുത്ത് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. എൻ്റെ പേരെന്താ? ഫുഗു. എൻ്റെ പറ്റിയ പേരല്ല. ഞാൻ പോണേ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നീ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അയാൾ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇല്ല, ഇന്നലെ രാത്രി ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നല്ലോ. എന്നിട്ട് എവിടെ പോയി? അയ്യോ, അവൻ ബോധം കെട്ട് വീണു. ഞാൻ പിയാനോ എടുത്ത് അടിച്ചു. പിന്നെ എണീറ്റ് ഓടി. നമുക്കൊരു പോണം. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആദ്യം പറഞ്ഞ നേരിട്ട് പോയി കാണാനല്ലേ? നേരിട്ട് പോവാം. എന്നാലോ പ്രേതം എങ്ങനെയായിരിക്കും വന്നത്? എന്നാ പ്രേതത്തിൻ്റെ കഥ നമ്മൾ തീർക്കും. പേടിപ്പിക്കല്ലേ? ഞാൻ ഇനി പ്രേതമൊന്നുമില്ല. ആരാ കയറി വരുന്നേ? അത് ഞാൻ കടലിൽ കുളിക്കാൻ പോയിരുന്നു ഒരു ദിവസത്തേക്ക്. അവിടെ തന്നെ റൂം എടുത്തു. പ്രേതമില്ലേ ഇവിടെ? അല്ല പോട്ടെ, ചേട്ടൻ എവിടെ? ഓണം. എന്നാലും ഞാൻ ബാഗ് ഊരി വയ്ക്കിട്ട്. അതാ ചേട്ടൻ എവിടെ പോയി? ചേട്ടനെ കാണില്ല. എന്നാലും സ്വന്തം അച്ഛനും നോക്കിയിട്ട് വേണ്ടേ ചൂല് വെച്ചടിക്കാൻ? എന്നാലും അച്ഛന് 2 എണ്ണം വേണം. പ്രേതമുള്ള സമയത്ത് ഞങ്ങളുടെ 2 എണ്ണം ഇട്ടിട്ട് പോയില്ലേ? ഇപ്പൊ ചേട്ടൻ്റെ ദേഹത്താണ് പ്രേതം കയറിയ. എൻ്റെ ദേഹത്തൊന്നും പ്രേതം കയറിയില്ല. ഞാൻ അച്ഛനെ അടിക്കാൻ വേണ്ടി ചൂലെടുത്തതാ. അല്ലെങ്കിൽ അച്ഛൻ ഇത്രയും ദിവസം എവിടെയാ നിന്നത്? പിന്നെ ഫുഡിനൊക്കെ എവിടെന്നാ പൈസ കിട്ടിയ? അത് പിന്നെ മക്കളെ, ഞാൻ കടലിൽ കുളിക്കാനാ പോയത്. ഇതിനകത്ത് ഫുള്ളും ഡ്രസ്സാ. പിന്നെ ഞാൻ കുറച്ച് ദിവസം ഒരു ഹോട്ടലിൽ താമസിച്ചു. അതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് കുറേ പൈസ എടുത്തോണ്ട് പോയി. നിൻ്റെ കുടുക്കയ്ക്കകത്തുള്ളതും നിൻ്റെ കുടുക്കയ്ക്കകത്തുള്ളതും. അതിനകത്ത് 2000 രൂപയായിരുന്നു. അതിൽ ഞാൻ 500 ബാക്കി വെച്ചിട്ടുണ്ട്. സന്തോഷിച്ചു. പിന്നെ ഞാൻ എവിടെ താമസിച്ചെന്ന് വെച്ചാൽ സ്റ്റാർ ഹോട്ടൽ. പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ രാത്രി വേറൊരു ഹോട്ടലിലോട്ട് പോയി. അവിടെയും താമസിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്നു, നിങ്ങളെ കാണുന്നു, അടി കിട്ടുന്നു. പിന്നെ തീർന്നു. ഇതാ ഇപ്പം ഇവിടെ ഇരിക്കുന്നു. പിന്നെ രാവിലെ ചായ ഉണ്ടാക്കി പോയി. അല്ല, പ്രേതശല്യമൊക്കെ പോയോ? ഒന്നും കാണുന്നില്ല. ഇല്ല അച്ഛാ, പ്രേതത്തിന് ഓരോ ദിവസം ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോടാ പ്രേതം വന്നേ. ഇല്ല അച്ഛാ, കറണ്ട് പോയതാ. ഇവിടെ കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്. നേരത്തെ പോലെ കയ്യൊന്നും പ്രേതമൊന്നും വന്നിട്ടില്ല. എപ്പോഴാ കയ്യൊക്കെ വന്നത്? അമ്മോ, ഇത് പ്രേതം തന്നെ. അച്ഛാ, ഞാൻ ഓടുന്നേ.
ഓടിപ്പോകാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ? ഞാൻ കണ്ടുപിടിച്ചു. മക്കളെ, നിങ്ങൾ എൻ്റെ ഒരു പോയി ഞാൻ പറയുന്ന ഒരാളിനെ മീറ്റ് ചെയ്യണം. നമ്മുടെ ഫുമതി ആൻറ്റീൻ്റെ മോനിൻ്റെ മോൻ. അത് താണ്ടി ഈ ചേട്ടൻ പറഞ്ഞു. ഇല്ല, അവൻ എൻ്റെ ഐഡിയ കോപ്പി അടിച്ചതാണ്. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു പ്രേതങ്ങളുടെ മറ്റേ. ചേട്ടനൊക്കെ ഫോണൊക്കെ വിളിച്ചല്ലേ നമ്മുടെ അടുത്തൊന്നും പറഞ്ഞു. അച്ഛാ, എന്നാൽ ഞാനും അലീഫയും പോയി ആ പ്രേതത്തിനെ പിടിക്കുന്ന ആളിനെ ഇടിച്ചിട്ട് വരാം. അമ്മ, ഓ, ഞാൻ ആ കണ്ണാടി ഉണ്ടപ്പോൾ പ്രേതമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഊരി പോയി. അയാൾ കണ്ട ആളെ വരെ മേടിച്ചോടും. അച്ഛാ, പിന്നൊരു കാര്യം, ജീവനുണ്ടെങ്കിൽ കാണാം. ഈ വീട്ടിലാണ് പ്രേതം. സൂക്ഷിച്ചിരുന്നോ? ഞാൻ അയാളുടെ അടുത്ത് പോവാം. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. അതാ. ആ. ഹലോ ഹലോ, എൻ്റെ കൂടെ എനിക്ക് ഇവിടെ ഏതെങ്കിലും ചാത്തന്മാരോ പ്രേതങ്ങളോ ആണ്. ഹേ ബ്രോ, അയ്യോ പ്രേതം! എന്നെ കണ്ട് പേടിക്കണ്ട, വന്നോ. ഓ, നീ നിങ്ങളുടെ വീട്ടിലൊരു പേപ്പട്ടിയല്ല, പ്രേതമുണ്ട്. അതിനെ നീ ഒന്ന് ഒഴിപ്പിച്ച് തരണം പ്ലീസ്. അങ്ങനെ കൂപ്പിടാനൊന്നുമില്ല, അതൊന്ന് മാറ്റിത്തരണം. പ്രേതം ഭയങ്കര ശല്യം. വീട്ടിൽ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നതാ. പാവം, ചത്തുപോയ കുഴപ്പമൊന്നുമില്ലല്ലോ. ബ്രോ, എന്നെ കണ്ട് പേടിക്കണ്ട ബ്രോ. നിങ്ങളുടെ പ്രേതത്തിന് ഞാൻ മാറ്റി തരും. എന്നെ വിശ്വസിക്കൂ. പിന്നെ അതെങ്ങനത്തെ ടൈപ്പ് പ്രേതമാ? അതെനിക്ക് വേണം. കാണാൻ കൊച്ചുകുട്ടീനെ പോലെ ഇരിക്കും, പക്ഷെ പേടിപ്പിക്കുന്ന കൂടല. അതെങ്ങനെ ആ പ്രേതം എങ്ങനെ വന്നെന്ന് എനിക്കറിയാം. നമ്മളന്നൊരു സ്ഥലത്ത് പോയില്ലേ? ഓ, ഞങ്ങളൊരു സ്ഥലത്ത് പോയിരുന്നു. ആ സമയം അവിടെ ടുൻ 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 ടുൻ. ബാക്ക് സ്റ്റോറി കണ്ടിട്ടോ? എന്ത്? ഞാനും കൂടെ വന്നട്ടെ. ഏ? ഞാനും കൂടെ വന്നട്ടെ. വേണ്ട പ്ലീസ്. വേണ്ട പ്ലീസ്. വേണ്ട പ്ലീസ്. ശല്യമൊന്നും കാണിക്കൂലേ? അപ്പോൾ ഒന്നോ നമ്മൾ എവിടെയാ പോണേ? എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ട്. ഇപ്പം അവിടെ എന്തൊരു ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ആണ്. അവിടെ നമ്മൾ പോകണം. ഏത് വഴി കൂടെ പോണേ? നമ്മൾ സുമതി വളവിൽ കൂടെ പോകണം. അയ്യോ ചേട്ടാ, അവിടെ അല്ലേ പ്രേതം ചത്തയാ? അല്ലെ, ഒരാൾ ചത്ത. പ്രേതം അവിടെ. അവിടെ പ്രേതമൊന്നും ഇല്ല. ആ നാട്ടുകാർ ചുമ്മാ ഉണ്ടാക്കുന്നത്. ഈ പ്രേതം പറയണ്ട കുറേ നേരം എടുത്തത്. പ്രേതത്തിന് പേടിയാ? ഇന്നത്തെ കാലത്ത് പ്രേതത്തിന് എല്ലാവർക്കും പേടി. എനിക്കും ചെറിയൊരു പേടിയുണ്ട്. എന്നിട്ടുണ്ട്. പോയി ഡ്രസ്സ് മാറ്റിട്ടോ. പിന്നെ നമ്മൾ യാത്രയാണ് പോണത്. അവിടെ സുമതി വളവ് എത്തുമ്പോൾ പേടിക്കരുത്. അത് അവിടെ പോയിട്ട് നോക്കാം. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അവിടെ സുമതി വളവിൽ കൂടെ നടന്നുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കേക്ക് കൊള്ളായിരുന്നു. കേക്ക് ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ ആ പ്രേതത്തിന് എങ്ങനെയെങ്കിലും മാറ്റി തരണം. കൈ കുപ്പണ്ട, ചുമ്മാ പറയല്ലേ. പിന്നെ നിങ്ങൾ സൂക്ഷിക്കണം. ആ പ്രേതത്തിന് ഇച്ചിരി പവറൊക്കെ ഉണ്ട്. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട്. പിന്നെ എനിക്കും ചെറിയ പവർസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആശുപത്രിയിലെ പൈസ കൊടുക്കണേ.
എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കേഫ് വിടത്തൊന്നുമില്ല. പിന്നെ അത് ഫുമതിയൊന്നുമില്ല പ്രേതം, ഫുമതിൻ്റെ കൊച്ച. പണ്ട് ഫുമതി അവിടെ മരിച്ചു വീണു. വയറ്റിൽ കുട്ടിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും അവിടെ വെച്ച് മരിച്ചുപോയി. അങ്ങനെയാണ് ആ ഫുമതി വളവൽ. ആ പ്രേതം ഫുമതി വേറെ ആരിൻ്റെയോ, ഫുമതി വേറെ പ്രേതം, കുട്ടിയും ഫുമതിയും വേറെ വേറെ ആയിപ്പോയി. അപ്പം ആ കൊച്ചാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, കൂടെയല്ല നിങ്ങളുടെ വീട്ടിലുള്ളത്. ഞാൻ വരാം, നിങ്ങൾ പൊക്കോ. പിന്നെ രാത്രി എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വീണ്ടും ഇവിടെ വന്ന് വിളിക്കരുത്. കാരണം എനിക്ക് ചിലപ്പം പേടി വരാം. ഖലീഫ, നീ നേരെ വീട്ടിൽ പൊക്കോ, ഞാൻ മുട്ടയും പാലും മേടിച്ചിട്ട് വരാം. എന്നാൽ നിങ്ങൾ പോണേ, വരണേ കേട്ടോ. അച്ഛനെത്തി, അയാൾ വൈകുന്നേരം വരും. ആരാ? പ്രേതത്തിനെ പിടിക്കുന്ന ആളാ? ഓ, ചേട്ടനോ? പാലെന്തരോ വാങ്ങിക്കാൻ പോകണ്ട. മക്കളെ, അതിന് പ്രേതം ഇവിടെ നിന്ന് പോയി. എങ്ങനെയെന്നില്ലേ, ഞാൻ 2 ചിപ്സ് എടുത്ത് കൊടുത്തിട്ട് ഫോഫി മുക്കി കൊടുത്ത് അത് തിന്നോണ്ട് പോയി. ഞാൻ കുറച്ചേരം സംസാരിച്ചിരുന്നു, പിന്നെ അത് പോയി. ആ പ്രേതം കൊച്ചാണോ? അതെ, വെറുതെ അല്ല, ഞാൻ ചിപ്സ് കൊടുത്തപ്പോൾ അത് പോയി. പാവം പ്രേതം, നമ്മളെ സഹായിച്ചല്ലോ കുറേ. പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ അയാളിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രേതത്തിൻ്റെ കാര്യം തീരുമാനമായി. ഇതിനാണ് ഇത്രയും ദിവസം. ആ ചിപ്സും വട ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്തതാ. അച്ഛൻ്റെ കയ്യിൽ ചിപ്സും വടയും ഉണ്ടായിരുന്നല്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ബെല്ലൈക്കണും കൂടെ എത്തും. പിന്നെ പ്രേതത്തിൻ്റെ വീഡിയോ ഇത്രയും പാർട്ടാക്കണമെന്ന് വിചാരിച്ചില്ല, അത് ഇച്ചിരി അബദ്ധം പറ്റിയതാ അല്ലേ. അപ്പം ബൈ.